സംസ്ഥാന സർക്കാരിന്റെ മദ്യനയത്തിന് ഹൈക്കോടതിയുടെ അംഗീകാരം വന്നിരിക്കുന്നു. ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകളിലേക്കും വിശദാംശങ്ങളിലേക്കും തന്നെ പോകുമ്പോൾ പോൾ തേലക്കാട്ട് KCBC പ്രതിനിധി കൊച്ചിയിൽ നിന്നും തത്സമയം ചേരുന്നുണ്ട്. ശ്രീ പോൾ തേലക്കാട്ട്, വലിയ പ്രക്ഷോഭങ്ങൾ ഒരുപക്ഷെ നടത്തി അതിൻ്റെ സാഹചര്യങ്ങളിൽ ഒരുപക്ഷെ രാഷ്ട്രീയ സമ്മർദ്ദങ്ങളുടെയും ഒരുപക്ഷെ ഗ്രൂപ്പ് പോരിൻ്റെയൊക്കെ ഫലമായി രൂപപ്പെട്ട ഒരു മദ്യനയം, ആ മദ്യനയം പല കുറി കോടതികളിൽ പല കുറി വിശകലനം ചെയ്ത ശേഷം അന്തിമമായൊരു അംഗീകാരം ഹൈക്കോടതിയിൽ നിന്നും ഉണ്ടാകുന്നു. ഇതോടുകൂടി KCBCയുടെ പോരാട്ടങ്ങൾ അവസാനിക്കുന്നു. മദ്യം സംബന്ധിച്ച് രാഷ്ട്രീയ ദിശയിൽ തന്നെ അതിൻ്റെ ചലനങ്ങൾ, അതിൻ്റെ പ്രതിഫലനങ്ങളൊക്കെ നീങ്ങാനുള്ള സാധ്യത നിലനിൽക്കെ ഇന്ന് വന്നിരിക്കുന്ന വിധിയെ ഏത് അർത്ഥത്തിലാണ് നിങ്ങൾ കാണുന്നത്? മുന്നോട്ടുള്ള പോക്ക് ഇനിയും ആവശ്യമാണോ? ഏത് അർത്ഥതലങ്ങളിലാണ് നിങ്ങൾ നോക്കിക്കാണുന്നത് ഇന്നത്തെ വിധിയെ? തീർച്ചയായും ഇന്നത്തെ ഡിവിഷൻ ബെഞ്ചിൻ്റെ വിധി സ്വാഗതാർഹമാണ്. കേരളത്തിലെ പൊതുജനങ്ങളുടെ ഒരു പ്രതിസന്ധി പരിഹരിക്കാൻ സർക്കാരുടെ നയങ്ങൾ കോടതി അംഗീകരിച്ചിരിക്കുന്നു എന്നുള്ളത് സ്വാഗതാർഹമാണ്. ഇവിടെ വിജയിക്കുന്ന ജനങ്ങളാണ്. കക്ഷി രാഷ്ട്രീയമില്ലാതെ, രാഷ്ട്രീയത്തിനതീതമായി, മതപരമോ സാമുദായികമോ പരിഗണനയില്ലാതെ ജനങ്ങളെ ബാധിക്കുന്ന, കുടുംബങ്ങളെ ബാധിക്കുന്ന, ചെറുപ്പക്കാരെയും കുട്ടികളെയും ബാധിക്കുന്ന, സ്ത്രീകൾക്കെതിരായി അക്രമം നടത്തുന്ന, പൊതുജനങ്ങൾക്ക് അപകടങ്ങൾ വർദ്ധിപ്പിക്കുന്ന, കരൾ രോഗങ്ങൾ വർദ്ധിപ്പിക്കുന്ന ഈ പ്രതിസന്ധിയിലേക്ക് പരിഹാരം നേടുക എന്നുള്ളത് കേരളത്തിലെ പൊതുജനങ്ങളുടെ ആവശ്യമായിരുന്നു. ഈ ആവശ്യത്തെ മുൻനിർത്തിയാണ് സർക്കാർ നയമെടുത്തിരിക്കുന്നത്. ആ നയത്തെ ഇപ്പോൾ കോടതി അംഗീകരിച്ചിരിക്കുന്നു എന്നുള്ളത് സ്വാഗതാർഹമാണ്. പക്ഷേ അതുകൊണ്ട് ഇതെല്ലാം പൂർത്തിയായി, എല്ലാം ശരിയായി, എല്ലാം സമാധാനപൂർവ്വമാകും നാളെ എന്ന് കരുതാനാകില്ല. ജനങ്ങളുടെ മദ്യാസക്തി കുറയണമെങ്കിൽ വെറുതെ നമുക്ക് പൂട്ടുക എന്നുള്ള നിഷേധത്തിൻ്റെ അടച്ചുപൂട്ടുക, നിരോധിക്കുക എന്നുള്ള നടപടികൾ മാത്രമല്ലാതെ ക്രിയാത്മകമായി ജനങ്ങളെ ബോധവൽക്കരിക്കാനും, കക്ഷി രാഷ്ട്രീയമില്ലാതെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും സമുദായങ്ങളും ഇത് ജനങ്ങളുടെ പ്രശ്നമാണെന്ന് അംഗീകരിച്ചുകൊണ്ട് അവരെ ബോധവൽക്കരിക്കാനും മദ്യത്തിൽ നിന്നും, മദ്യത്തിൻ്റെ വിപത്തിൽ നിന്നും ജനങ്ങളെ മാറ്റിയെടുക്കാൻ പറ്റിയ ബോധവൽക്കരണ പരിപാടികളും നടപടികളും ഉണ്ടാകണം. താങ്കളിലേക്ക് എത്താം. ശ്രീ പോൾ തേലക്കാട്ട്, ദയവായി തുടരുക. അല്പസമയത്തിനകം തന്നെ താങ്കളെ ഒഴിവാക്കാം. ഇപ്പോൾ നമ്മോടൊപ്പം ഫ്രീഡം ഫോർ ബെറ്റർ സ്പിരിറ്റ് പ്രതിനിധി ഫിലിപ്പോസ് പടിക്കൽ ചേരുന്നു. ഫിലിപ്പോസ് പടിക്കൽ, ഒരുപക്ഷെ ഇവിടെ പോൾ തേലക്കാട്ട് ചൂണ്ടിക്കാട്ടിയതുപോലെ അതിലെ ചില വസ്തുതകൾ അദ്ദേഹം തുറന്നു പറയുന്നുണ്ട്. പല ചർച്ചകളിൽ താങ്കളോടടക്കം അദ്ദേഹം ചൂണ്ടിക്കാട്ടിയ കാര്യം, ഇത് വലിയൊരു വിപത്തിൽ നിന്നുള്ള മോചനം. ഒരുപക്ഷെ അതിലേക്ക് വരും മുൻപ് നിങ്ങളുടെ സംഘടന അല്ലെങ്കിൽ നിങ്ങളുടെ പ്രതിനിധികൾ നല്ല മദ്യം പ്രോത്സാഹിപ്പിക്കുക, അതിനുവേണ്ടി ഒട്ടേറെ ബോധവൽക്കരണങ്ങളടക്കം അല്ലെങ്കിൽ ക്യാമ്പുകളടക്കം നടത്തിയ ഒരു വ്യക്തിയാണ് താങ്കൾ. ഇങ്ങനെ ഒരു മദ്യനയം വരുന്നു, അപ്പാടെ അടയ്ക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകുന്നു. ഇനി മുന്നിലുള്ള വഴികൾ, ഒരുപക്ഷെ താങ്കൾ സൂചിപ്പിക്കുന്നത് പോലെ നമ്മുടെ ബൈറ്റിൽ ഒരുപക്ഷെ നേരത്തെ ഒരു മദ്യപാനി അല്ലെങ്കിൽ മദ്യം കഴിക്കാൻ വന്നൊരു സുഹൃത്ത് പറയുന്നുണ്ട്, ഒരുപക്ഷെ എനിക്ക് മറ്റ് മാർഗ്ഗങ്ങൾ ഒരുപക്ഷെ സ്വീകരിക്കേണ്ടി വരുന്നതിലേക്ക് പോകും, ഒരു നിരോധനം കൊണ്ടെല്ലാം കാര്യങ്ങൾ ഇവിടെ ശരിയായ ദിശയിലേക്ക് പോകുമെന്നൊരു തോന്നൽ താങ്കൾക്കുണ്ടോ? ഏത് രീതിയിലായിരിക്കും നിങ്ങൾ ഇതിനെ ഏത് രീതിയിൽ നോക്കിക്കാണും? ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്, ഒരു മദ്യപാനി മാത്രം നിശ്ചയിച്ചാലേ ആ മദ്യപാനം നിർത്താൻ പറ്റത്തുള്ളൂ. പ്രാർത്ഥന കൊണ്ടോ, ഉപവാസം കൊണ്ടോ, മരുന്ന് കൊണ്ടോ. മരുന്ന് പറഞ്ഞാൽ ഇപ്പോൾ പത്രത്തിൽ നിങ്ങൾ പരസ്യം കാണാമല്ലേ, മദ്യപാനി അറിയാതെ മദ്യപാനം നിർത്താൻ മരുന്നുകളുണ്ട്. 1700 രൂപയാണ് ആ ഒരു 10 ദിവസത്തേക്കുള്ള മരുന്നിൻ്റെ വില തന്നെ. ഇത് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും നടക്കില്ല. മദ്യം ഉപയോഗിക്കുന്നവർ തീരുമാനിക്കുക, ഞാൻ നാളെ മുതൽ മദ്യപിക്കുന്നില്ല അല്ലെങ്കിൽ കുറയ്ക്കുക. ഇതിനെ ഇപ്പം ഈ കേരളത്തിലുള്ള ജനങ്ങൾ മുഴുവൻ മുക്കുടിയന്മാരല്ല, 1% മാത്രമാണ് മദ്യപിക്കുന്നവർ. ആ 1%നെ നമ്മൾ ബോധവൽക്കരണത്തിൽ കൂടി കുറേ സാവധാനം 10 വർഷം കൊണ്ടല്ല, 1 മാസം കൊണ്ട് അയാൾ മദ്യപാനം നിർത്താൻ പറ്റും. ബോധവൽക്കരണം വേണം. ഈ അച്ഛൻ പറഞ്ഞതുപോലെ തന്നെ കരൾ രോഗം, ഈ കരൾ രോഗം മദ്യപിക്കാത്തവർക്ക് ഉണ്ടാകുന്നുണ്ടേ. അതിലൊന്നും പറഞ്ഞ് ഭീഷണിപ്പെടുത്തുകയല്ല ചെയ്യേണ്ടത്. നീ മദ്യപിക്കുന്നത് നിൻ്റെ ആരോഗ്യത്തിന് ദോഷം, നിൻ്റെ കുടുംബത്തിന് ദോഷം, നിൻ്റെ സാമ്പത്തിക പ്രശ്നങ്ങൾക്ക് ദോഷമാണ്. കേരളത്തിൽ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ സാമ്പത്തിക പ്രശ്നമാണ്. ഒരു മദ്യപാനി ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളെക്കാൾ 3 ഇരട്ടി ചെലവാണ് കേരളത്തിൽ. ഒരു കാര്യം, ഇവിടെ പിന്നെ ചർച്ചയിൽ പങ്കെടുത്ത ഫാദർ അടക്കം ഒരുപക്ഷെ പറയുന്ന ഒട്ടേറെ മദ്യത്തിൻ്റെ വിപത്ത് സംബന്ധിച്ച് എണ്ണി പറയുന്നുണ്ട്. ഒരുപക്ഷെ കുടുംബത്തിൻ്റെ മോചനം, ഹൈക്കോടതി അടക്കം അതിൻ്റെ മൗലിക അവകാശമല്ല എന്ന് നിരീക്ഷിച്ചു
വിമർശിക്കുകയും ഒരു പക്ഷേ പല വ്യാഖ്യാനങ്ങളടക്കം നടത്തിയിട്ടുണ്ട്. വൈദ്യശാസ്ത്രപരമായിട്ടൊക്കെ തന്നെ ചേർത്ത് വായിക്കുമ്പോൾ അതിന് ഡീമെറിറ്റ്സ് ഡിഫക്ട്സ് സംബന്ധിച്ച് ഒരു വശത്ത് ചർച്ച ചെയ്യപ്പെടുന്നു. നിങ്ങളുടെ ഭാഷയിൽ ഇന്ന് ഈ ഒരു സാധനം നിരോധിക്കുന്ന ഘട്ടത്തിൽ ഇതില്ലാതെ വരുമ്പോൾ ഒരു പക്ഷേ ഉണ്ടാകാൻ പോകുന്ന സംബന്ധിച്ച് എന്തെങ്കിലും വിപത്ത് എന്ന നിലയിൽ നിങ്ങൾ നോക്കി കാണുന്നു? തീർച്ചയായിട്ടും ഇത് ഒരു ദിവസം കൊണ്ട് മദ്യം കേരളത്തിൽ നിരോധിച്ചു കഴിഞ്ഞാൽ ഉണ്ടാകുന്നത് വേറെ രീതിയിൽ ഈ മദ്യത്തിന് അഡിക്റ്റഡ് ആയിട്ടുള്ളവരെ 1% ഞാൻ പറയുന്നില്ലേ, അഡിക്റ്റഡ് ആയിട്ടുള്ളവരെ അവർ വേറെ രീതികൾ ആലോചിക്കും. അത് കഴിഞ്ഞ ദിവസം കഴക്കൂട്ടത്തൊരു സ്കൂൾ കുട്ടികൾ ഉപയോഗിച്ചപ്പോൾ തന്നെ പേസ്റ്റുകൾ, സ്പിരിറ്റുകളല്ല വേറെ എന്തെല്ലാം മാർഗങ്ങളുണ്ട്. കഞ്ചാവ് ഇപ്പം സുലഭമാണ് കേരളത്തിൽ. തിരുവനന്തപുരത്തൊക്കെ 50 രൂപയ്ക്ക് കിട്ടിക്കൊണ്ടിരുന്നപ്പോൾ 150 രൂപയാണ്. തിരിച്ചു വരാം. ഇപ്പോൾ എം വിജയകുമാർ CPM നേതാവ് ടെലിഫോണിൽ ചേരുന്നുണ്ട്. ശ്രീ വിജയകുമാർ, സർക്കാരിന്റെ മദ്യനയത്തിനുള്ള ഹൈക്കോടതിയുടെ അംഗീകാരം എന്തായാലും നയപരമായ തീരുമാനത്തോട് ഇടപെടാനാകില്ല എന്ന് കോടതി പറഞ്ഞിരിക്കുന്നു. നിങ്ങളുടെ പാർട്ടി എങ്ങനെ നോക്കിക്കാണുന്നു ഈ ഒരു വിധിയോടും ഇതിന്റെ തുടർ സംഭവ വികാസങ്ങളോടും? അത് ഏത് രീതിയിലായിരിക്കും പുരോഗമിക്കുക? ശ്രീ വിജയകുമാറിലേക്ക് മടങ്ങിയെത്താം. ശ്രീ ഫിലിപ്പോസ് പടിക്കൽ, ഞാൻ ചോദിച്ച ചോദ്യത്തിൻ്റെ ദിശ, കാരണം അവിടെ നിങ്ങൾ പറയുന്ന ഒരു അരാജകത്വത്തിൽ നിന്നുള്ള ഒരു മോചനം ഒരുപക്ഷെ നടത്തുമ്പോഴും അത് മറ്റൊരു അരാജകത്തിലേക്കാണോ കൊണ്ടെത്തിക്കുക? അങ്ങനെയെങ്കിൽ, കാരണം ഇവിടെ സമാന്തരമായി ബിയർ വൈൻ പാർലർ അടക്കം ഒരുപക്ഷെ തുറന്നു നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതിൻ്റെ ബദൽ മാർഗങ്ങൾ തേടിപ്പോകുന്ന, പലപ്പോഴും നമ്മൾ പലകുറി പറയാറുണ്ട്, പല സംസ്ഥാനങ്ങൾ, വടക്കിഴക്കൻ സംസ്ഥാനങ്ങളിലെ ചില സംസ്ഥാനങ്ങളിൽ നിരോധനം നിലനിൽക്കുന്നു, ഗുജറാത്തിൽ അടക്കം നിലനിൽക്കുന്ന സാഹചര്യമുണ്ട്. ആ സംസ്ഥാനങ്ങളൊക്കെ തന്നെ അവിടുത്തെ സ്ഥിതിഗതികൾ ഒരുപക്ഷെ മാനസികാവസ്ഥ വ്യത്യസ്തമാണ്. കേരളത്തിലെ സാഹചര്യമായി വെച്ച് നോക്കുകയാണെങ്കിൽ പെട്ടെന്നുള്ള ഒരു നിരോധനം കൊണ്ട് അതിൻ്റെ പ്രതിഫലനം ഏത് രീതിയിലായിരിക്കും? അത് വളരെ ദോഷം ചെയ്യുന്ന സംഭവമാണ്. കാരണം നമുക്ക് ഗുജറാത്തിലെ കാര്യം തന്നെ അറിയാം. 10-20 വർഷമായിട്ട് മദ്യം നിരോധിച്ചിരുന്ന ഒരു സംസ്ഥാനമാണ് ഗുജറാത്തിലെ. കഴിഞ്ഞ ദിവസം അവിടെ നിയമസഭയിലേക്ക് വാറ്റിയാരായം വലിച്ചെറിഞ്ഞു, പ്രതിഷേധം കാണിച്ചു. അതുപോലെ തന്നെ അട്ടപ്പാടി, കേരളത്തിലെ 19 വർഷമായിട്ട് മദ്യം നിരോധിച്ചിരുന്ന ഒരു ജില്ലയാണ് വയനാട്ടിലെ അട്ടപ്പാടിയിൽ ഇപ്പോൾ സുലഭമായിട്ട് കിട്ടുന്നുണ്ട്. അതുകൊണ്ട് ഈ മദ്യനിരോധനം കേരളത്തിൽ ഒരിക്കലും വിജയിക്കാൻ പോകുന്നില്ല. അതിനുപരിയായിട്ട് ഇവർ ഈ പറയുന്ന പോലെ ഒന്നുമല്ല, ഘട്ടം ഘട്ടമായിട്ട് നിരോധിക്കുന്നതിന് മദ്യം ലഭ്യത കുറയ്ക്കുന്നത് ശരി തന്നെയാണ്, കുറയ്ക്കാം. പക്ഷേ അത് ആൾക്കാർ വാങ്ങിച്ചു പോകും. ബോധവൽക്കരണം വേണം ഈ മദ്യത്തിൻ്റെ ദോഷം. ഞങ്ങൾ ഈ ഫോറം ഫോർ ബെറ്റർ സ്പിരിറ്റ് 1987 മുതൽ പറയുന്നൊരു കാര്യമുണ്ട്. സ്കൂൾ കുട്ടികളെ പഠിപ്പിക്കട്ടെ, അവരുടെ പാഠപദ്ധതികളിലെ 7ാം ക്ലാസ് മുതൽ അല്ലെങ്കിൽ 5ാം ക്ലാസ് മുതലോ പാഠപദ്ധതികൾ ഇതിൻ്റെ ദോഷങ്ങളെക്കുറിച്ച് ബോധവൽക്കരണമാക്കുക. അതുപോലെ തന്നെ കുട്ടികളുടെ ശ്രദ്ധ വേറെ രീതിയിലേക്ക് ആക്കുക. സ്കൗട്ട്, സ്കൈഡ്, സ്പോർട്സ്, അതുപോലെ ഇപ്പോഴത്തെ സമയത്ത് അതുപോലെ കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കി അവർക്ക് വേറെ രീതിയിലേക്ക്, ഇപ്പം ഈ മൂല്യശോഷം സംഭവിച്ചിരിക്കുന്ന തലമുറയെ നന്നാക്കി എടുക്കുക എന്നുണ്ടെങ്കിൽ അവർക്ക് ബോധവൽക്കരണം വേണം. ആ ബോധവൽക്കരണത്തിന് വേണ്ടി ഈ സർക്കാർ ഒരു പൈസയും ചെയ്യുന്നില്ല. KCBCയോ അതുപോലെ മദ്യനിരോധന സമിതികളോ ഒന്നും ചെയ്യുന്നില്ല. അവർ സെക്രട്ടേറിയറ്റിന് അവിടെ നിന്ന് പാട്ട് പാടുകയോ അല്ലെങ്കിൽ ഒരു സമരം ചെയ്യുകയോ അല്ലെങ്കിൽ നിപ്പ് സമരം ചെയ്തോട്ടോ ഒന്നും ഒരുത്തരും ബോധം തെളിയാൻ പോകുന്നില്ല. കൊച്ചു ചെറുപ്പത്തിലെ ഏതായാലും മദ്യപിച്ച് പോയവരെ നമ്മളെ കതിരെ കൊണ്ടുപോയി വളം വെക്കാതെ ഈ പ്രായമായവരെ അങ്ങ് വിടുക. ഒരു 50 വയസ്സിന് മുകളിൽ മദ്യപിച്ച് നശിച്ചവരെ അങ്ങ് വിടുക. ചെറുപ്പക്കാരെങ്കിലും പുതിയ തലമുറയെങ്കിലും ബോധവൽക്കരിക്കണമെങ്കിൽ അവന് ദോഷവശങ്ങൾ മനസ്സിലാക്കാൻ ഒരുപക്ഷെ നിരോധനം വന്ന ഘട്ടത്തിൽ നമ്മൾ നവമാധ്യമങ്ങളിലടക്കം തമാശ രൂപത്തിലെങ്കിലും പറഞ്ഞിരുന്ന ഒരു കാര്യം, ഒരു കുക്കറോ അല്ലെങ്കിൽ ഒരു ട്യൂബോ ഉണ്ടെങ്കിൽ ഞങ്ങൾ അതിലേക്ക് തിരിയും. ഒരുപക്ഷെ പല പോസ്റ്റുകളും തിരിച്ചു, വ്യാജ വാറ്റുകളടക്കം ഞങ്ങൾ വെല്ലുവിളിച്ചുകൊണ്ടുള്ള പല പോസ്റ്റുകളും നവമാധ്യമങ്ങളിൽ വന്നിട്ടുണ്ട്. പുതിയ മാർഗങ്ങൾ ഇവിടുത്തെ യുവതലമുറ തേടുമോ? കാരണം മാർക്കറ്റിൽ മെഡിക്കൽ സ്റ്റോറുകളിലടക്കം ചില ഗുളികകൾ, ഡയസപ്പം പോലെയുള്ള ഗുളികളടക്കം ഉപയോഗിക്കുന്ന ഒരു തലമുറയിലേക്ക് പോയിട്ടുണ്ട്. ഈ സാഹചര്യങ്ങളിൽ ഇവിടെ എന്തായാലും നിരോധനം നടപ്പാക്കുന്ന ഒരു ദിശയിലേക്ക് പോയി ഹൈക്കോടതിയും ശരിവെച്ചു. ഇനി വേണ്ടുന്നത് എന്താണ്? ബോധവൽക്കരണമാണോ? പെട്ടെന്ന് എല്ലാം കൂടി മൂടി വയ്ക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകാൻ കഴിയുമോ? ഇതിന് വ്യക്തമായ തെളിവ് അമേരിക്കയിൽ സംഭവിച്ചതാണ്. 1932 ഇതുപോലെ മദ്യനിരോധനം വന്നപ്പോൾ അവിടെ വ്യാജ മദ്യം ഒഴുകി, കഞ്ചാവും ചരസും ഹഷിഷും ഒക്കെ ഒഴുകി അവിടുത്തെ ഒരു തലമുറ മുഴുവൻ നശിച്ചു. ഇവിടെ ഇതുപോലെ തന്നെയാണ് കേരളത്തിൽ സംഭവിക്കാൻ പോകുന്നത്. ഇപ്പോൾ കേരളത്തിലെ കഞ്ചാവ് കൃഷിയില്ല. പഞ്ചാബിൽ നിന്നും ഒഡീഷയിൽ നിന്നുമൊക്കെ ഇഷ്ടംപോലെ കഞ്ചാവ് ഇവിടെ വരുന്നുണ്ട്, വില കുറവിന് വരുന്നുണ്ട്. ഹൈബ്രിഡുകൾ കഞ്ചാവുകളുണ്ട്. പണ്ടൊക്കെയാണ് 1 വർഷം കാത്തിരിക്കണമെന്ന്. ഇപ്പോൾ കാത്തിരിക്കേണ്ട, കൃഷി ചെയ്ത് അതിനുവേണ്ടി റിസ്ക് എടുക്കാൻ ആരും തയ്യാറാകുന്നില്ല. കഞ്ചാവ് കച്ചവടക്കാരെ മറ്റ് സംസ്ഥാനങ്ങളിൽ പോയി കഞ്ചാവ് കൊണ്ടുവന്ന് ഇവിടെ നിർബാധം വിൽക്കുന്നുണ്ട്. കിലോ കണക്കിനാണ് ദിവസവും ഇവിടെ എക്സൈസുകാർ പിടിക്കുന്നത്. 100 കിലോ വരുമ്പോഴാണ് 1 കിലോ അല്ലെങ്കിൽ 2 കിലോ പിടിക്കപ്പെടുന്നത്. അല്ലാതെ മറ്റ് രീതിയിലേക്ക് പോവാണ്. ഈ ഫോറിൻ ലിക്കറിനെക്കാട്ടിലും വിദേശ മദ്യത്തെക്കാട്ടിലും കൂടുതൽ ദോഷം ചെയ്യുന്നതാണ് കഞ്ചാവ്, കൊക്കൈൻ. അതുപോലെ ഈ നിരോധനം പെട്ടെന്ന് വന്നു കഴിഞ്ഞാൽ മുഴുവൻ ചെറുപ്പക്കാരും വളരെ ഈസി ആയിട്ട് കഞ്ചാവിലേക്കും മറ്റ് പാൻ പരാഗിലേക്കൊക്കെ പോകുന്നുള്ളതിന് വളരെ വ്യക്തമായ തെളിവുകൾ നമ്മുടെ ലോകത്തിന്. ഒരുപക്ഷെ അതൊരു നിയമവ്യവസ്ഥയിലൂടെ വെല്ലുവിളിയായിട്ട്
തോന്നുന്നുണ്ടോ? കാരണം ഫിലിപ്പോസ് പടിക്കൽ അങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് പോയാൽ ഇവിടെ നമുക്ക് നിയമ സംവിധാനങ്ങളുണ്ട്, എക്സൈസ് ഡിപ്പാർട്ട്മെന്റ് അടക്കമുണ്ട്. അവരുണർന്ന് പ്രവർത്തിച്ചാൽ പെട്ടെന്ന് ഇതിനെ ഒരു പരിധിക്ക് കൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാൻ കഴിയില്ല. കാരണം ഗുജറാത്തിനെയാണ് നിങ്ങളുടെ മോഡി ഭരിച്ചിരുന്ന, വർഷങ്ങളോളം ഭരിച്ചിരുന്ന BJP ഭരിക്കുന്ന ഗുജറാത്തിനെ ഉദാഹരിച്ചുകൊണ്ട് ചോദിക്കുകയാണ്. അദ്ദേഹം തെറ്റിദ്ധാരണയുടെ പേരിൽ പറഞ്ഞാണ്. ഏതെങ്കിലും ഒരു ആൾ കുറച്ച് സാധനം കൊണ്ട് വാരി എറിയുമ്പോൾ അത് അവിടെ സുലഭമാണെന്നുള്ള അർത്ഥത്തിലല്ല. അവിടെ ഗുജറാത്തിൻ്റെ മദ്യനയം എന്ന് പറയുമ്പോൾ അവർ റെസ്ട്രിക്റ്റഡ് ആണ്. ഏറ്റവും കൂടുതൽ മദ്യം ലഭിക്കുന്നത് അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ അതല്ല പെർമിറ്റ് സംവിധാനമുണ്ട്. ഇപ്പം മദ്യം നിഷേധിക്കുന്നുള്ള അർത്ഥത്തിൽ പെർമിറ്റ് സംവിധാനമുണ്ട്. ഇപ്പം ടൂറിസ്റ്റുകൾ വരുന്നു, ടൂറിസ്റ്റുകൾ വരണമെങ്കിൽ അവർ അറൈവൽ അനുസരിച്ചിട്ട് അവരുടെ ആവശ്യമുണ്ടെങ്കിൽ അത് കൊടുക്കാനുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അതേപോലെ റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരു ഡിസ്ട്രിബ്യൂഷൻ സംവിധാനം നമ്മുടെ കേരളത്തിൽ വേണമെന്നാണ് അദ്ദേഹം പറയുന്നത്. പിന്നെ ഇതെല്ലാം ഈ കുടിക്കുന്ന ആളുകൾ അല്ലെങ്കിൽ താല്പര്യമുള്ള ആളുകളെല്ലാം പറയുന്നത് ഇത് ഞങ്ങളുടെ മൗലികാവകാശമാണ് ഇതൊക്കെ പറയും. നമ്മൾ ഇവിടെ ആലോചിക്കാനുള്ളത് പൊതുധാർമ്മികത. മൗലികാവകാശമല്ല, അതിന് താഴെയുള്ളൂ പൊതുധാർമ്മികത, പൊതു ആരോഗ്യം, പൊതു ക്രമസമാധാനം. ഇപ്പോൾ ഈ മദ്യത്തിൻ്റെ ഗുണങ്ങളെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞു. ഞാൻ ചോദിക്കട്ടെ, കേരളത്തിലെ ഏറ്റവും ജനസംഖ്യയിൽ കൂടുതൽ ആളുകൾ സ്ത്രീകളാണ്. സ്ത്രീകളുടെ അഭിപ്രായം നിങ്ങൾ ഏറ്റെടുത്ത് നോക്കുക. കാര്യം അവരാണ് ഈ ദുരന്തം അനുഭവിക്കുന്നത്. ഇപ്പോൾ ഈ തൊഴിലുറപ്പ് അതുപോലുള്ള പദ്ധതികളുടെ അടിസ്ഥാനത്തിൽ സ്ത്രീകളുടെ കയ്യിൽ കാശ് വന്നില്ലായിരുന്നുവെങ്കിൽ ആത്മഹത്യ ചെയ്യേണ്ട അവസ്ഥ കുടുംബങ്ങളോടൊപ്പം. കാര്യം പുരുഷന്മാർ അവരുടെ കയ്യിൽ കിട്ടുന്ന പൈസയുടെ സാധാരണക്കാരായ ആളുകൾ, തൊഴിലാളികളായ ആളുകൾ ആ ഒരു അവസ്ഥയിലേക്ക് അവരെ കിട്ടുന്ന കാശ് പല രീതിക്ക് പോകുന്നുണ്ട്. മാത്രമല്ല വലിയ ഒരു സാമൂഹ്യ വിപത്തുണ്ട് കേരളത്തിൽ. എൻ്റെ ഒരു ഓർമ്മ ശരിയാണെങ്കിൽ മുമ്പ് 10% താഴെയായിരുന്ന സ്ത്രീകളുടെ മദ്യപാനം. ഇപ്പം എത്രയാ? ഇപ്പം 25-ന് മുകളിലാണ് സ്ത്രീകളുടെ മദ്യപാനം. അപ്പോൾ പുരുഷനും മദ്യപാനത്തിലേക്ക് വന്നു, സ്ത്രീയും മദ്യപാനത്തിലേക്ക് വന്നാൽ ഈ വലിയൊരു സാമൂഹികമായ ഒരു അധപതനം അല്ലെങ്കിൽ പ്രതിസന്ധി ഈ സംസ്ഥാനത്തുണ്ടാവും. അപ്പോൾ റെസ്ട്രിക്റ്റ് ചെയ്യുക, ഇത് നമ്മുടെ മൗലിക അവകാശത്തിൻ്റെ ഭാഗമാണെന്ന രീതിയിൽ ഇട്ടുകൊണ്ട് ഓട്ടയടയ്ക്കുന്ന ഒരു രീതിയിലേക്ക് വിശകലനം ചെയ്യാം. മറുപടി എന്തായാലും ഫിലിപ്പോസ് പടിക്കൽ നൽകും. ചർച്ചയിലേക്ക് വരുമ്പോൾ KTDC ചെയർമാൻ വിജയൻ തോമസ് ടെലിഫോണിൽ ചേരുന്നു. ശ്രീ വിജയൻ തോമസ്, സർക്കാരിൻ്റെ മദ്യനയമാണ്, അതിനുള്ള അംഗീകാരം, സർക്കാർ തന്നെ ചരിത്രപരമായ വിധി വലിയ കൊട്ടിഘോഷത്തോടു കൂടി തന്നെ ഇതിനെ സ്വാഗതം ചെയ്യുകയും ചെയ്തു. പക്ഷേ താങ്കൾ എന്തായാലും KTDCയുടെ ചെയർമാൻ കൂടിയാണ്. അവിടെ ഏതെങ്കിലും അർത്ഥത്തിൽ ഇതിൻ്റെ പരിണിത ഫലങ്ങൾ ദോഷമായി വരാനുള്ള സാധ്യത ഉണ്ടോ? ടൂറിസമാണ് നിരോധനങ്ങളുടെ നാട് എന്ന് വിദേശികളടക്കം ഒരുപക്ഷെ ഇന്ത്യയടക്കം വ്യാഖ്യാനിക്കുന്ന ഒരു ഘട്ടത്തിൽ കേരളത്തിൽ ഇങ്ങനൊരു നിരോധനം വരുമ്പോൾ അത് ഏത് ദിശയിൽ ഏതെങ്കിലും ഒരു ചലനം ഈ മേഖലയിൽ ഉണ്ടാക്കുമോ? KTDC സംബന്ധിച്ച് ഞാൻ നേരത്തെ വ്യക്തമാക്കിയിട്ടുള്ളതാണ്. KTDC ഇത് ഒരു തരത്തിലും ദോഷകരമായി ബാധിക്കുന്നതല്ല. കേരളത്തിലെ സമാധാന അന്തരീക്ഷം കാംക്ഷിക്കുന്ന, സാമൂഹ്യ നന്മ പ്രതീക്ഷിക്കുന്ന ജനങ്ങൾക്ക് കിട്ടിയ ഏറ്റവും നല്ലൊരു വിധിയാണ് ഇന്ന് കോടതിയിൽ നിന്നുണ്ടായിട്ടുള്ളത്. അതോടൊപ്പം തന്നെ അനാവശ്യമായ ഗവൺമെന്റിനെതിരെ ഉണ്ടായിരുന്ന അനാവശ്യമായ വാദകോലാഹലങ്ങളും ഇന്നത്തോടുകൂടി കെട്ടടങ്ങേണ്ടതാണ്. അപ്പൊ ഇതൊരു മെസ്സേജാണ്. സാമൂഹിക നന്മയ്ക്ക് തീർച്ചയായിട്ടും ഇതുപോലുള്ള കാര്യങ്ങൾ അത്യാവശ്യമാണെന്നുള്ളത്. അപ്പോൾ KTDCയുടെ ബിസിനസ്സിൽ ഒരിക്കലും ആകെ 2 ബാർ മാത്രമാണ് KTDCക്ക് ഉള്ളത്. അത് പൂട്ടുന്നത് കൊണ്ട് യാതൊരു ദോഷവും KTDCക്ക് ഉണ്ടാവില്ല. KTDC ഏറ്റവും അധികം ലാഭത്തിൽ എത്തിയിട്ടുള്ള ഒരു പൊതുമേഖലാ സ്ഥാപനമാണ്. ടൂറിസത്തെ മറ്റൊരു തലത്തിലും ഇത് ബാധിക്കില്ല. പക്ഷേ ഒരുപക്ഷെ മറ്റ് അനാരോഗ്യ പ്രവണതകൾ ഏതെങ്കിലും തലത്തിൽ ടൂറിസവുമായി ബന്ധപ്പെട്ട് ഇതിന്റെ നിരോധനത്തോടുകൂടി ഉണ്ടാകുമെന്നൊരു ആശങ്കയുണ്ടോ? അല്ല, പല ചർച്ചകളിലും വെളിപ്പെടുത്തിയിട്ടുള്ളതാണ്. ടൂറിസ്റ്റുകൾ മദ്യപിക്കാൻ വേണ്ടി മാത്രം വരുന്നവരല്ല. അതല്ല, അവർക്ക് പോകണമെങ്കിൽ 5 സ്റ്റാർ ഹോട്ടലുകൾക്ക് കോടതി അനുവദിച്ചിട്ടുണ്ട്. 5 സ്റ്റാർ ഹോട്ടലുകൾ മിക്കവാറും അതൊക്കെ അല്ലാതെ വരുന്നവർക്കാണ് ബുദ്ധിമുട്ടുണ്ടാക്കുന്നത്. അപ്പൊ ഒരു സമൂഹത്തിന്റെ നന്മയ്ക്ക് വേണ്ടി അങ്ങനെ ഒരു ത്യാഗം ചെയ്യുന്നതിൽ തെറ്റുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. വളരെ വ്യക്തമാണ് ശ്രീ വിജയൻ തോമസ്. ശ്രീ ഫിലിപ്പോസ് പടിക്കൽ, ഇവിടെ ചോദിച്ചതുപോലെ ഒരുപക്ഷെ നിരോധനങ്ങൾ ഏർപ്പെടുത്തിയ മറ്റ് സംസ്ഥാനങ്ങൾ അതിൻ്റെ പാതയിലേക്ക് വരേണ്ട ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. എന്നാൽ കൂടി ഇതുമൂലമുണ്ടായ ഗുണഫലങ്ങളെ തള്ളിക്കളയാൻ കഴിയുമോ? അപകടങ്ങൾ കുറഞ്ഞിട്ടുണ്ട്. സുധീരൻ അവകാശപ്പെടുന്നത് പോലെ വലിയ തോതിലുള്ള അപകടങ്ങൾ കുറയുന്നു. വിദ്യാർത്ഥികളടക്കം ഒരുപക്ഷെ ആ ഒരു നവസമൂഹം അതിൻ്റെ ആ ഒരു കെട്ടിൽ നിന്നും ഒക്കെ മോചിതരായിക്കൊണ്ട് ഉന്മേഷവാന്മാരായി പോകുന്ന ഒരു സാഹചര്യമൊക്കെ കാണാൻ കഴിഞ്ഞു. ഇതൊക്കെ പറയുന്ന ഒരു സാഹചര്യത്തിൽ ഇതിനെ ഈ വന്ന ഒഴുക്കിനോടൊപ്പം നീങ്ങുക എന്നതാണോ വേണ്ടുന്നത്? ഇതിനെ ഒരു നല്ല സൂചനയോടുകൂടി കാണേണ്ടതുണ്ടോ? അതോ നിങ്ങളും സൂചിപ്പിച്ചതുപോലെ ബദൽ മാർഗങ്ങൾ നിങ്ങൾ തന്നെ തേടും, അല്ലെങ്കിൽ നിങ്ങളെ അനുകൂലിക്കുന്ന നിങ്ങളുടെ സമാന ചിന്താഗതിക്കാർ തേടേണ്ട വഴി ആ രീതിയിലേക്ക് പോകുമെന്ന ഒരു ദുസൂചന കൂടി ഈ വിധിയിലൂടെ ഉണ്ടോ? ഇല്ല, ഈ മദ്യപിക്കണമെന്ന് ആർക്കും നിർബന്ധമില്ല. ഒരു പെഗ് പോലും കഴിക്കുന്നത് ദോഷമാണെന്ന് വിശ്വസിക്കുന്നവരാണ് ഞാനും ഞങ്ങളെ പിന്തുണയ്ക്കുന്നവരെല്ലാവരും ചെയ്യുന്നത്. പക്ഷേ ഈ ഒരു ദിവസം കൊണ്ട് നടത്തുന്ന ഈ നിരോധനം അല്ലെങ്കിൽ ഈ സർക്കാർ കൊണ്ടുവരുന്ന നയത്തോടുള്ള എതിർപ്പേ ഉള്ളൂ ഞങ്ങൾക്ക്.
അതായത് മദ്യപിക്കുന്നത് ഈ എല്ലാ കാര്യങ്ങളും ഏത് നല്ല കാര്യമാണെങ്കിലും ദോഷമായി ചെയ്യുന്ന ഒരു കൂട്ടരാണ് മലയാളികൾ. കാരണം മദ്യപിക്കാൻ നിർബന്ധിക്കുന്നത്, ഇപ്പം നമ്മളിപ്പം ഒരു വീട്ടിലോ അല്ലെങ്കിൽ ഏതെങ്കിലും കാര്യത്തിൽ ഒരെണ്ണം സ്മോൾ അടിക്കാം എന്ന് പറഞ്ഞാൽ വേണ്ട എന്ന് പറയാൻ ആരും മടിക്കത്തില്ല. നിനക്കത്ര ഒരെണ്ണം കഴിക്കണം എന്ന് പറഞ്ഞ് നിർബന്ധിച്ച് കഴിപ്പിക്കുന്ന ഒരു വൃത്തികെട്ട സ്വഭാവം മലയാളികൾക്ക് മാത്രമേ ഉള്ളൂ ലോകത്തിൽ. പിന്നെ നമ്മൾ ചെയ്യേണ്ടത് മലയാളികളെ നമ്മൾ പഠിപ്പിക്കേണ്ടത് ഈ നിരോധനത്തെക്കാട്ടിലൊക്കെ മദ്യപിക്കേണ്ടത് ആരോഗ്യത്തിന് ദോഷകരമാകാത്ത രീതിയിൽ ഒരു പെഗ് പോലും കഴിക്കുന്ന ദോഷം അല്ലെങ്കിൽ ദോഷം കുറയുന്ന രീതിയിൽ മദ്യപിക്കാൻ അവരെ പഠിപ്പിക്കുക. അതായത് ഇപ്പം ഈ ബിവറേജ് കോർപ്പറേഷൻ മദ്യം വാങ്ങിച്ച് അങ്ങോട്ട് മാറി നിന്ന് വെള്ളം പോലും ഒഴിക്കാതെ കഴിക്കുകയാണ് സാധാരണക്കാർ ചെയ്യുന്നത്. അത് മാറ്റിയിട്ട് 30 മില്ലി മദ്യം ഒഴിച്ചാൽ 60 മില്ലി വെള്ളം ഒഴിച്ച് സാവധാനം സിബായിട്ട് കഴിക്കണം എന്നുള്ള രീതി പഠിപ്പിക്കുക. അതിന് ഏറ്റവും വലിയ ഉദാഹരണം എന്ന് പറയുന്നത് ഈ ലോകത്തിലെ എയ്ഡ്സ് എന്ന് പറയുന്ന രോഗം വളരെ ഭീകരമായി വന്നപ്പോൾ ശാരീരിക ബന്ധം വേണ്ട എന്നല്ല പറഞ്ഞത്, കോണ്ടം ഉപയോഗിക്കുക എന്നാണ് പറഞ്ഞത്. അതുപോലെ തന്നെ ഈ മദ്യപാന ശീലത്തിലും കറക്റ്റായിട്ടൊരു ഉദാഹരണം ഞാൻ പറഞ്ഞു. മദ്യപാനത്തിൻ്റെ അകത്ത് ഈ അഡിക്റ്റഡ് ആയിട്ടുള്ളവരെ ശീലിപ്പിക്കേണ്ടത് വെള്ളം ഒഴിച്ച് സാവധാനം ദോഷം കുറച്ച് കൊണ്ടുവരിക. അവരെ പിന്നെ അവർ കൺസ്യൂം ചെയ്യുന്ന സാധനം. ഇപ്പൊ മലയാളികൾ അഡിക്റ്റഡ് ആണ് ഒരു മദ്യത്തിന്. റമ്മാണെങ്കിൽ അല്ലെങ്കിൽ നമ്മോടൊപ്പം ശ്രീ ബാലകൃഷ്ണപിള്ള നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീ പിള്ള, ഇവിടെ പുതിയ മദ്യനയം വന്നിരിക്കുന്നു. സർക്കാരിന്റെ ചരിത്രപരമായ വിധി എന്ന ഒരു വ്യാഖ്യാനവും നൽകിയിട്ടുണ്ട്. ഇതിനൊരു രാഷ്ട്രീയ ദിശ കൂടി ഉള്ളത് കൊണ്ടാണ് താങ്കളുടെ ഒരു അഭിപ്രായം തേടുന്നത്. ഇതിൻ്റെയൊക്കെ തന്നെ കോലാഹലങ്ങളുടെയൊക്കെ തുടക്കം അവിടെ നിന്നാണല്ലോ. അതിൻ്റെ ഒരു പുതിയൊരു ഘട്ടം അല്ലെങ്കിൽ അന്തിമ ഘട്ടത്തിൽ ഒരു വിധി വന്നിരിക്കുന്നു. താങ്കൾ എങ്ങനെ കാണുന്നു ഈ ഒരു വിധിയെ? ഇത് എന്റെ ഒരു അഭിപ്രായം, ഞാൻ പൊളിറ്റിക്കലാകുന്നു നിങ്ങൾക്ക് തോന്നരുത്. ഗവൺമെന്റ് പോലും പ്രതീക്ഷിക്കാത്ത വിധിയാണ്. ഗവൺമെന്റിന്റെ ഉന്നതന്മാരായ ആളുകൾ ഈ കാശൊക്കെ വാങ്ങിച്ചപ്പോ ഇവർക്ക് കൊടുത്തിരുന്ന ഒരു ഉറപ്പെന്ന് പറയുന്നത്, ഞാൻ സത്യം പറയാം, ആരെങ്കിലും പറഞ്ഞോന്ന് എനിക്കറിയില്ല, ഉറപ്പെന്ന് പറയുന്നത് കോടതി വെച്ചെല്ലാം ശരിപ്പെടുത്തി കൊടുക്കാവുന്നതാണ്. ഈ പൈസ വാങ്ങിച്ചതും കമ്മിറ്റ് ചെയ്തതുമായ ആളുകളൊക്കെ കൊടുത്തിരുന്ന ഉറപ്പതാണ്. മാത്രവുമല്ല, ചിലർക്കൊക്കെ എതിരായി ബാറുകാരെ പണം വാങ്ങിയെന്ന് മൊഴി കൊടുക്കാതിരിക്കാനും അവരെ സ്വാധീനിച്ചത് മദ്യമുതലാളിമാരുടെ അസോസിയേഷന്റെ പ്രമാണിമാരെ പിടിച്ച് അവരെ കൊണ്ട് പറയിച്ച ഇതൊക്കെ നാട്ടിപ്പാട്ടാണ്, എല്ലാവർക്കും അറിയാം. എന്റെ ഒരു അഭിപ്രായത്തില് ഈ വിധിയൊന്നും തെറ്റൊന്നുമില്ല. കാരണം ഗവൺമെന്റിന് ചെയ്യാനുള്ള അധികാരമുണ്ട്, ഈ പോളിസി തീരുമാനിക്കാൻ അവകാശമുണ്ട്. ഞാൻ എക്സൈസ് മന്ത്രിയായിരുന്ന ആളാണ്. ഗവൺമെന്റ് പൂർണ്ണമായ അവകാശമുണ്ട്, അതിനൊന്നും സംശയമൊന്നുമില്ല. അതിലെ കോടതി ഇടപെടാനും പാടില്ല. ഇതൊന്നല്ല, ഇതുപോലെ പല കാര്യങ്ങളിലും ഇടപെടാൻ പാടില്ല. പിന്നെ ഇതൊരു മൗലികാവകാശമൊന്നുമല്ല. എനിക്ക് മുമ്പ് സംസാരിച്ച സ്നേഹിതൻ പറഞ്ഞ പോലെ ഇതുകൊണ്ട് റവന്യൂ നഷ്ടവും ഇല്ല. എന്താന്ന് വെച്ചാൽ ഈ ബാറുകളിൽ നഷ്ടപ്പെടുന്ന ഈ 23 ലക്ഷം രൂപ ഒരു ബാർ, അത് തന്നെ വളരെ കുറച്ചാ. അതിന്റെ പുറകിലും ഉണ്ടായിരുന്നു കളിയെന്ന് ഇന്നലെ ബിജു രമേശ് പറഞ്ഞു കേട്ടു. ഈ ബാറുകളിലെ ഉണ്ടാകുന്ന നഷ്ടത്തിന്റെ ഇരട്ടി കാശ് ബിവറേജസ് കോർപ്പറേഷനിൽ നിന്ന് കിട്ടിക്കൊടും. അപ്പൊ പണനഷ്ടമൊന്നുമില്ല, അവിടുത്തെ ചെലവ് കൂടും. അപ്പൊ അതുകൊണ്ട് ഇനിയെങ്കിലും ഒരു കാര്യം ചെയ്യേണ്ടത്, സത്യസന്ധമായിട്ട് ഈ കേസ് ചുവ ഈ വാങ്ങിച്ച കാര്യത്തിൽ ഇനിയെങ്കിലും ഈ മദ്യമുതലാളിമാര് പ്രമാണിമാർ അവർക്ക് പോയല്ലോ, അവർക്ക് കൊടുത്ത ഉറപ്പെല്ലാം പോയല്ലോ. ഇല്ലെങ്കിലും അവർ സത്യം പറയണം പോലീസിനോട്, വിജിലൻസിനോട്. 2, ഈ ആളുകളുടെ ഇന്ന് വാങ്ങിച്ച കാശ് ആളുകളൊക്കെ തിരിച്ചു കൊടുക്കുകയാണ് ഒരു മാന്യത. അത് ആരാന്നൊന്നും ഞാൻ പറയുന്നില്ല, അതാണ് ഇതിന്റെ ഒരു പൊളിറ്റിക്കലായിട്ടുള്ളൊരു വശം. അതിഭയങ്കരമായ അഴിമതി തീവട്ടിക്കുള്ള ഇതിന്റെ പേര് ഈ രാജ്യത്ത് നടന്നിട്ടുണ്ട്. ഈ ഇപ്പോഴൊന്നുമല്ല, തെരഞ്ഞെടുപ്പിനും മറ്റു കാര്യങ്ങൾക്കും ഒക്കെ ഇഷ്ടം പോലെ വാങ്ങിച്ചിട്ടുണ്ട്. എന്നിട്ട് അവർക്ക് കൊടുത്ത ഉറപ്പ് ഇപ്പം കാറ്റി പറത്തിയിരിക്കുക. കാരണം കോടതി ചെന്നപ്പോൾ ഒന്നും ശ്രീ ബാലകൃഷ്ണപിള്ള, ഇവിടെ എന്തായാലും ഖിന്നരാകേണ്ടി വരുന്ന ഒരു അവസ്ഥ, ഉറപ്പുകൾ നൽകിയിട്ടുണ്ട്. രാജ്കുമാർ ഉണ്ണി അടക്കം ബാർ അസോസിയേഷന്റെ പ്രതിനിധികളടക്കം ഒരുപക്ഷെ സർക്കാരിന്റെ ഒരു ഉറപ്പ്, കോടതിയിൽ നിന്നുള്ള വിധി എന്തായാലും വരട്ടെ, അതുവരെ കാത്തിരിക്കാം എന്നൊരു നിലപാടിലായിരുന്നു. ഇപ്പോൾ പണം പോയി ഖിന്നരാകേണ്ടി വരുന്ന അവസ്ഥ, ബിസിനസ് അപ്പാടെ തകരുന്ന അവസ്ഥ. ഈ സാഹചര്യത്തിൽ എന്തായാലും അവർ നൽകാൻ പോകുന്ന അല്ലെങ്കിൽ ഉയർത്തെഴുന്നേൽക്കുന്ന ഒരു വരും ദിവസങ്ങളിൽ അവരുടെ പ്രതികരണങ്ങളടക്കം വരും. അതൊരു പുതിയൊരു മാനങ്ങളിലേക്ക് പോകും എന്ന ഇപ്പോഴത്തെ എല്ലാ വിവാദങ്ങളും മറ്റൊരു തലത്തിലേക്ക് പോകുമെന്ന് താങ്കൾക്ക് കരുതുന്നുണ്ടോ? കരുതുന്നുണ്ട്. മാനവും പോയി, പടവും പോയി. മറ്റേ ഇതിന്റെ പ്രമാണിമാര് പലരും മദ്യമുതലാളിമാര് പണം പിരിച്ച് പണം കൊടുത്ത ആളുകൾക്ക് കൊടുത്ത ഉറപ്പ് പാലിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇതിന്റെ സുപ്രീം കോടതിയിൽ നിന്ന് വലിയ മാറ്റമൊന്നും ഈ ചുമയായിട്ട മാറ്റമൊന്നും ഉണ്ടാകാൻ കഴിയും എന്നെനിക്ക് തോന്നുന്നില്ല. ഈ ആളുകളൊക്കെ ഈ നിങ്ങൾ ഈ പറഞ്ഞ പേരുകാരൊക്കെ നാട്ടുകാരുടെ മുമ്പിലും ഈ
കാശ് കൊടുത്ത മദ്യമുതലാളിമാരുടെ കയ്യിലും അവരൊക്കെ അപഹാസ്യരായി. അവർ പറഞ്ഞൊന്നും നടന്നില്ല. അത് ആ ടേപ്പിലുണ്ടല്ലോ, ആ സംഭാഷണത്തിലെല്ലാം ഉണ്ടല്ലോ. അപ്പൊ ഇതെങ്ങനെയെങ്കിലും കിട്ടുമെന്ന് കരുതിയാണ് സത്യം പറയാത്തതും. KM മാണിക്കെതിരായിട്ടുള്ള കേസിൽ സത്യമാണെന്ന് എല്ലാവർക്കും ഈ രാജ്യത്ത് അരിയാഹാരം കഴിക്കുന്ന എല്ലാവർക്കും അറിയാവുന്ന അഴിമതി പോലും മൂടിവെക്കാൻ കൊടുത്ത ആളുകൾ തയ്യാറായതൊക്കെ ഇത് കിട്ടുമെന്ന് കരുതിയാണ്. പക്ഷെ ഇന്നിപ്പോ അതിൻ്റെ ബോധ്യമായി. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പുറകെ ഇനി വരാൻ പോകുന്നേ ഉള്ളൂ. ഒരുപക്ഷെ വിജിലൻസ് പോലും പറയുന്ന രീതിയിൽ അവരോട് സഹകരിക്കാത്ത അസോസിയേഷൻ അവരൊക്കെ ഒരു മാറ്റം പോലും വരുത്തേണ്ട ഒരു സാഹചര്യത്തിലേക്ക് പോകും അവരൊക്കെ. ഇല്ലെങ്കിൽ, അങ്ങനെ പോയില്ലെങ്കിൽ ഇവര് കുറെ കൂടി ഈ നേതാക്കന്മാരെന്ന് പറഞ്ഞ് ഇവര് കുറെ കൂടെ അപഹാസ്യരാകും. ബിജു രമേശ് പറഞ്ഞതാണ് ശരി എന്നുള്ളത് മറ്റ് മദ്യമുതലാളിമാർക്ക് ഇപ്പൊ തന്നെ കുറയായി. ഇന്നത്തോടുകൂടി രാത്രിയോടുകൂടി 10:30 മണിക്ക് താഴെ വീഴുമ്പോ 100% ബാറുകൾ നടത്തിക്കൊണ്ടിരുന്നവർക്കും അവർ കളിപ്പിക്കപ്പെട്ടു. ഈ ദല്ലാളന്മാരും ഈ സംഘടനയുടെ തലപ്പത്തിരിക്കുന്ന ആളുകളും അവരെ കബളിപ്പിച്ചു എന്ന് ഇപ്പൊ തോന്നിയിട്ടുണ്ട് എല്ലാവർക്കും. അതിന്റെ റിപ്പർക്കേഷൻ പരിണതഫലം എന്താണ് എന്ന് കുറച്ചുകൂടെ കഴിഞ്ഞേ പറയാനൊക്കും. വ്യക്തമാണ്. വളരെ നന്ദി ശ്രീ ബാലകൃഷ്ണപിള്ള ഈ അവസരത്തിൽ പ്രതികരിച്ചതിന്. അവസാനമായി വളരെ ചുരുക്കി, കാരണം നമുക്ക് ഇടവേളയിലേക്ക് പോകേണ്ടതുണ്ട്, വളരെ ചുരുക്കി ശ്രീ പത്മകുമാർ, ഇതിൻ്റെ രാഷ്ട്രീയ ഒരു ദിശ കൂടി ഉള്ളതുകൊണ്ട് ബാർ മുതലാളിമാരെ അവസാനം ബാലകൃഷ്ണപിള്ള ചർച്ചയുടെ അവസാനം നിർത്തി പറഞ്ഞതുപോലെ ഇതിനെന്തായാലും അതിൻ്റെ പ്രതിഫലനങ്ങൾ മറ്റൊരു തലത്തിലേക്ക് പോകും. ആ തലത്തിലേക്ക് പോകുമെന്നൊരു തോന്നൽ താങ്കൾക്കുണ്ടോ? തീർച്ചയായും പോകും. കാര്യം ഇപ്പോൾ ഈ വിജിലൻസിന് തന്നെ റിപ്പോർട്ട് മൊഴി കൊടുക്കുമ്പോൾ മാറ്റി പറഞ്ഞത് ഗവൺമെൻറ് ഈ കോടതിയിൽ നിന്ന് അനുകൂലമായൊരു വിധി ഉണ്ടാക്കി കൊടുക്കാമെന്നുള്ളൊരു ധാരണയിലാണ്. അതൊരു പ്രശ്നം. പക്ഷേ സ്വാഭാവികമായിട്ടും സുപ്രീം കോടതിയിൽ അപ്പീൽ ഫയൽ ചെയ്യുമ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ട് സ്റ്റാറ്റസ് ഒരുപക്ഷെ നിലപാടുകളടക്കം മാറ്റി പരസ്യ പ്രതികരണങ്ങളിലേക്ക് പോലും ഈ സൈലന്റ് ആയിട്ടിരിക്കുന്ന ബാറുടമകൾ പോകേണ്ടി വരുന്ന. അല്ല, ഇനി ഹൈക്കോടതി സുപ്രീം കോടതിയിൽ വേണമെങ്കിൽ ഗവൺമെന്റിന് നോർമലി ഇനി സ്റ്റാറ്റസ് കോ അല്ലെങ്കിൽ ഇപ്പോൾ തുടർന്നതുപോലെ തുടരാൻ പറ്റും. നല്ല രീതിയിൽ കേസ് നടത്തിയില്ലെങ്കിൽ സുപ്രീം കോടതിയിൽ ഈ നയം തെറ്റാണ് എന്ന് അല്ലെങ്കിൽ വിധി തെറ്റാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും പഴയ അവസ്ഥയിലേക്ക് വരും. അപ്പൊ അതാണ് ഗവൺമെന്റ് ശ്രദ്ധിക്കേണ്ടത്.